ഹലോ, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അത് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് റിസോഴ്സ് കണ്ടക്ട് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ അതിലുള്ള പലതരം കോമ്പണൻസിനെ കുറിച്ച് പഠിച്ചു. അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈവൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈവൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഒരു ഇൻ്റർവ്യൂ അപ്ലിക്കേഷന് ഒരു വെബ്സൈറ്റിൽ കയറി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ താഴെയായിട്ട് നമുക്ക് സേവ് ബട്ടണോ അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടണോ കാണാൻ സാധിക്കും. സോ ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു ആക്ഷനെയാണ് നമ്മൾ ഈവൻ്റ് എന്ന് പറയുന്നത്. ആ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ആക്ഷനെയാണ് നമ്മൾ ഈവൻ്റ് എന്ന് പറയുന്നത്, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. സോ ആ ഈവൻ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ കോൾ ആകുകയും ആ ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ആകുകയും ചെയ്യുന്നു. സോ ഈവൻ്റ് എന്ന് പറയുമ്പോൾ ആൻ ഈവൻ്റ് ഈസ് എനി ആക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ഓൺ വെബ് ആപ്പ് ബൈ യൂസർ. അതായത് വെബ് ആപ്പ് ഉപയോഗിക്കുന്ന യൂസർ ഒരു ആക്ഷൻ എടുക്കുകയാണ് അവിടെ. ഒരു ക്ലിക്ക് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഓൺ ചേഞ്ച്, മൗസ് മൂവ് ചെയ്യുമ്പോൾ മൗസ് താഴ്ക്കുമ്പോൾ മൗസ് ഡൗൺ, അങ്ങനെ പറയുന്ന പല നിരവധി ആക്ഷൻസുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്ഷൻസിനെയാണ് നമ്മൾ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഈവൻറ്റ്സിൽ നമുക്ക് ഫങ്ഷൻസ് വിളിക്കാൻ സാധിക്കും. അതായത് ഈവൻറ്റ്സിൻ്റെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫങ്ഷൻസ് വിളിക്കാൻ സാധിക്കും. സോ വി ക്യാൻ അസൈൻ എ ഹാൻഡ്ലർ ഫങ്ഷൻസ് ദാറ്റ് റൺ വെൻ ദ ഈവൻറ്റ് ഹാപ്പൻസ്. അതായത് ഒരു ഈവൻറ്റ് അവിടെ നടക്കുമ്പോൾ നമുക്കൊരു ഫംഗ്ഷനെ വിളിക്കാൻ സാധിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ അതുപോലെ തന്നെ റിയാക്ട് ഈവൻറ്റ് ഹാൻഡ്ലർ ഈസ് വെരി സിമിലർ ടു HTML DOM ഈവൻറ്റ്സ്. DOM എന്ന് പറയുന്നത് HTML DOM, അതായത് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിൽ ഈവൻറ്റ്സ് ഉണ്ട്. അത് സിമിലർ ആണ്. അതായത് നമ്മൾ റിയാക്ട് JSൻ്റെയും അതുപോലെ തന്നെ HTML DOMൻ്റെയും ഈവൻറ്റ്സുകൾ സിമിലർ ആണ്. അപ്പോൾ നമ്മൾ ഓരോരോ ഈവൻറ്റുകൾ അതായത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബട്ടൺ ആണെങ്കിൽ മേ ബി ചിലപ്പോൾ ഡബിൾ ക്ലിക്ക് കാണില്ല, ക്ലിക്ക് മാത്രമേ ഉണ്ടാവൂ. ഒരു ടാഗ് ആണെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്കത് റെഫർ ചെയ്തുകൊണ്ട് വേണം ഒരു ഈവൻറ്റ് ചെയ്യാനായിട്ട്. സോ റിയാക്ട് ഈവൻറ്റ് ആർ നെയ്മഡ് ഇൻ ക്യാമൽ കേസ് ലെറ്റർ. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു എക്സാമ്പിൾ. ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത് ഒരു ക്യാമൽ കേസ് ലെറ്ററാണ്. ഈ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ഈവൻറ്റ്സ് ആണ് നമ്മുടെ റിയാക്ട് JSൽ വരുന്നത്. ഇതിൽ എക്സാമ്പിളായിട്ടാണ് കൊടുത്തത് ഓൺ ക്ലിക്ക്, അതുപോലെ തന്നെ ഓൺ ഡബിൾ ക്ലിക്ക്, അതുപോലെ തന്നെ ഓൺ ചേഞ്ച്, ഓൺ മൗസ് ഓവർ, ഓൺ കീ ഡൗൺ. ഇത് ബേസിക് ആയിട്ട് കൊടുത്തതാണ്. നിരവധി ഈവൻറ്റ്സുകൾ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ഒരു പ്രൊജക്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓൺ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഓൺ ചേഞ്ച്, ഓൺ കീ ഡൗൺ, ഇത്രയും ആണ് മേ ബി നമ്മൾ പ്രൊജക്റ്റിലൊക്കെ കാണാറുള്ളത്. പക്ഷേ നിരവധി ഈവൻറ്റ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് പോകും. എങ്ങനെ നമുക്കൊരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിൽ നമുക്കെങ്ങനെ ഫംഗ്ഷൻ വിളിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊജക്റ്റ്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം പ്രൊജക്റ്റ് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഭാഗമായ ബട്ടൺസ് ഞാനിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ഞാൻ അവിടെ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ഈവൻറ്റ് കോൾ ചെയ്യുകയാണ്. ഈവൻറ്റ് കോൾ ചെയ്യാനായിട്ട് ഓൺ ക്ലിക്ക്, ഇതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം ഈക്വൽ ടു ഒരു കർലി ബ്രാക്കറ്റും ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ സിൻറ്റാക്സ്. ഇതിനകത്തായിരിക്കും നമ്മൾ ഒരു ഈവൻറ്റ് എഴുതുന്നത്. ഈവൻറ്റ് വിളിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതോ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ CLG, അതായത് console.log വിളിച്ചു. അതിനുശേഷം ഹലോ എന്ന് കൊടുത്തു. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഇവിടെ എററായിരിക്കും വരുന്നത്. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് ഈവൻറ്റിൻ്റെ അകത്ത് കൺസോൾ വിളിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ അവിടെ ഒരു ആരോ ഫങ്ഷൻസ് ഉപയോഗിക്കണം. ആരോ ഫങ്ഷനെ കുറിച്ച് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനെ നമുക്കൊരു ആരോ ഫങ്ഷൻ എഴുതാം. ഇതൊരു ആരോ ഫങ്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് ആരോ ഫങ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഹലോ വേൾഡ് എന്ന് കാണാൻ സാധിക്കും. ഹലോ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ ഹലോ എന്ന് പ്രിൻ്റായി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു ഈവൻറ്റിൽ നമുക്ക് പ്രോഗ്രാം എഴുതാൻ സാധിക്കും. അപ്പോൾ
ഈ രീതിയിൽ നമുക്ക് പ്രോഗ്രാം എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഈവൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫംഗ്ഷനെ വിളിക്കാം. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ക്ലിക്ക് ഹാൻഡ്ലർ ഇതൊരു ആരോ ഫംഗ്ഷനാണ്. ഓക്കെ, ഈ ഹാൻഡ്ലറിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വിളിക്കാം. ആരോ ഫംഗ്ഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷണൽ ആർഗ്യുമെൻറ്റ്, അതായത് എന്തെങ്കിലും പാരാമീറ്റർ പാസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ ഫംഗ്ഷണൽ ആർഗ്യുമെൻറ്റ് വിളിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റ് ഒന്നും, അതായത് പാരാമീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ കോൾ ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്തൊരു കൺസോൾ പ്രിൻ്റ് ചെയ്യാം. കൺസോളിന് CLG എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ അത് വരണമെങ്കിൽ നമ്മൾ റിയാക്റ്റിൻ്റെ ES6 ഫീച്ചർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇതിവിടെ ഷോർട്ട് കട്ട് നമുക്ക് നൽകാൻ സാധിക്കുള്ളൂ. ഹലോ ഹായ് എന്ന് പറയുന്ന ഒരു കൺസോൾ കമാൻഡ് ഞാനിവിടെ കൊടുത്തു. ഇനി നമുക്ക് ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്തായിരിക്കും വരുന്നതെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഹലോ ഹായ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിച്ച് മീൻസ് നമ്മുടെ ഈ ഒരു ഹാൻഡ്ലർ വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്. ഈ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ ക്ലിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഡബിൾ ക്ലിക്കിൻ്റെ ഫംഗ്ഷൻ വർക്ക് ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു H1 എന്നൊരു ടാഗ് എഴുതി ഞാനിവിടെ ഡബിൾ ക്ലിക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡബിൾ ക്ലിക്കിൻ്റെ ഫംഗ്ഷൻ അതിൻ്റെ ഈവൻ്റ് വിളിക്കാം. ഡബിൾ ക്ലിക്ക്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഹാരോ ഫംഗ്ഷൻ എഴുതി ഞാനിവിടെ ഒരു കൺസോൾ കൊടുത്തു. ഇനി ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ഈവൻറ്റ് എന്ന് കൊടുത്തു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കൺസോൾ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇവിടെ ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്ന ആ ഒരു ഇത് റണ്ണായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് പകരം ഇപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് കൺസോൾ എഴുതിയതാണ്. അപ്പോൾ ഞാൻ ഇതിന് പകരം ഞാനിവിടെ ഇത് തന്നെ ഈ ഫംഗ്ഷൻ ഒരിക്കൽ കൂടി കോപ്പി ചെയ്തു. ഇവിടെ ഞാനിതിൻ്റെ പേര് മാറ്റി ഡബിൾ ക്ലിക്ക് ഒരു നെയിമിലുള്ള ഒരു ഫംഗ്ഷനെ ഒറ്റ ടൈമിൽ നമുക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പേര് ഞാനിവിടെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഹാൻഡ്ലറെ ഇവിടെ കോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് എററായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ആരോ ഫംഗ്ഷൻ ഇട്ടിട്ട് ആ ഫംഗ്ഷൻ്റെ അകത്താണ് വിളിച്ചിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്കാവും. ചെക്ക് ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കാവും. ഇൻ കേസ് ഇനി ആരോ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ആ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി. ആർഗ്യുമെൻ്റ് അല്ലാത്ത ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചത്. ഇങ്ങനെ വിളിച്ചാലും വർക്കാവും. ഇനി ഇതിനകത്ത് നമുക്കൊരു അലേർട്ട് കൊടുത്തു നോക്കാം. അലേർട്ട് ഫംഗ്ഷൻ വിളിച്ചു. ഹലോ ഡബിൾ ക്ലിക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ അലേർട്ട് ഫംഗ്ഷൻ വർക്കാവും. ഇവിടെ നമുക്കൊരു അലേർട്ട് വരും. കണ്ടോ, ഹലോ ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്ന അലേർട്ട് വരും. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ഞാനിപ്പോൾ ഇതിൽ സിംഗിൾ ക്ലിക്ക് ചെയ്ത് വർക്കാകുന്നില്ല. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ മാത്രമാണ് ഇത് വർക്കായത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫങ്ഷൻസ് ചെയ്താൽ, അതായത് ഡബിൾ ക്ലിക്ക് ഹാൻഡലിനെ വിളിക്കാൻ പറ്റും. ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് നിന്നും ഒരു വേരിയബിൾ അങ്ങോട്ട് പാസ് ചെയ്യാം. ഇവിടെ ഞാനൊരു വേരിയബിൾ, അതായത് ഒരു ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നെയിം എന്ന് പറയുന്നൊരു ആർഗ്യുമെൻറ്റ്, ഫങ്ഷണൽ ആർഗ്യുമെൻറ്റ് കൊടുത്തു. ആ ഒരു ഫങ്ഷണൽ ആർഗ്യുമെൻറ്റ് വേരിയബിൾ ഞാൻ ഇവിടുന്ന് പാസ് ചെയ്തു. അതായത് നാസർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആ നെയിമിനെ ഈ ഒരു ഹലോയിൽ കൺകാറ്റിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വിളിച്ചു നോക്കാം. കണ്ടോ, ഹലോ DB ക്ലിക്ക് നാസർ എന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്ലിക്ക് ഈവൻ്റ്. ഇനി നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് ഓൺ ചേഞ്ച് ഈവൻ്റ് ആണ്. ഓൺ ചേഞ്ച് ഈവൻ്റ്. അപ്പോൾ ഓൺ ചേഞ്ച് ഈവൻ്റ് നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബോക്സുകളിലൊക്കെയാണ് ഓൺ ചേഞ്ച് ഈവൻ്റ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഇൻപുട്ട് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ചെയ്തു. ഇതിനകത്ത് ടൈപ്പ് വരുന്നത് ടെക്സ്റ്റ് എന്ന് കൊടുത്തു.
ഓക്കെ, ഇനി ഞാൻ ഇതിൽ ഓൺ ചേഞ്ച് എന്ന് വിളിക്കും. ഓൺ ചേഞ്ചിനകത്ത് ഞാൻ ഒരു ആരോ ഫംഗ്ഷനകത്ത് ഞാനിവിടെ ഒരു കൺസോൾ കൊടുക്കാം. ലെറ്റർ ടൈപ്പ്ഡ്. ഓക്കെ, ഇനി നമുക്ക് എന്തോ ഒരു എറർ വരുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്കിവിടെ ഒന്ന് റെഫർ ചെയ്യാം എന്താണ് എറർ എന്നുള്ളത്. നേരത്തെ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ആ ഇൻപുട്ട് ഫംഗ്ഷൻ എഴുതിയപ്പോൾ അതിൻ്റെ ക്ലോസ് ടാഗ് വേറൊരു ടാബായിട്ട് വന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം വന്നത്. അതായത് HTML മാത്രമേ അങ്ങനെ ഒരു ക്ലോസ് ടാഗ് ആയിട്ട് വരുള്ളൂ ഇൻപുട്ട് കേസിൽ. നമ്മുടെ റിയാക്റ്റിനകത്ത് അതില്ല. അതുകൊണ്ടാണ് എറർ വന്നത്. ഓൺ ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഞാനിവിടെ എഴുതാം. അതായത് കോൺസ്റ്റ് നെയിം അതുപോലെ തന്നെ ഞാനിവിടെ ഒരു പേര് കൊടുക്കാം. കാൾഡ് ഓൺ ചേഞ്ച് ഈവൻറ്റ്. ഓക്കെ, ഇത് ഓൾറെഡി ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ഓരോരോ ടൈപ്പിലും ഇതിൻ്റെ ഓൺ ചേഞ്ച് വർക്ക് ആവുന്നുണ്ട്. അതിനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കോൾ ചേഞ്ച് ഇവൻ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമുക്ക് ഓൺ ചേഞ്ച് വിളിക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്ന ഫംഗ്ഷൻ മൗസ് ഓവർ, അതുപോലെ തന്നെ കീ ഡൗൺ. അപ്പോൾ നമുക്ക് കീ ഡൗൺ നോക്കാം. കീ ഡൗണും നമുക്ക് ഇതിനകത്ത് തന്നെയാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സെയിം ഒന്നുകൂടി കോപ്പി ചെയ്തു. ഇതിനകത്ത് ഓൺ കീ ഡൗൺ എന്ന് റീനെയിം ചെയ്തു. ഓൺ കീ ഡൗൺ എന്ന് റീനെയിം ചെയ്തതിന് ശേഷം ഞാനിവിടെ കോൾ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഓൺ കീ ഡൗൺ എന്ന് പറയുന്ന ശേഷം ഇവൻറ്റ് ചേഞ്ച്. അതിന് പകരമായിട്ട് ഞാൻ ഓൺ കീ ഡൗൺ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീ ഡൗണും ശരിക്ക് ഇതിനകത്ത് ഓരോരോ കീ പ്രസ് ചെയ്യും തന്നെയാണ് കീ ഡൗണും വർക്ക് ആവുന്നത്. പക്ഷേ ഓൺ ചേഞ്ചും അതുപോലെ തന്നെയാണ്. പക്ഷേ സം കേസിൽ നമുക്ക് കീ ഡൗൺ ആവശ്യമായിട്ട് വരും. ഓൺ ചേഞ്ചും നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മൾ എന്തെങ്കിലും വാലിഡേഷൻ ചെക്ക് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്പർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 അക്ക നമ്പറുകൾ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ അത് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് കീ ഡൗൺ അതുപോലെ തന്നെ ഓൺ ചേഞ്ച് എന്ന് പറയുന്ന ഈവൻറ്റുകൾ വിളിക്കുന്നത്. ഇനി നമുക്ക് മൗസ് ഓവർ അതുപോലെ തന്നെ മൗസ് ഡൗൺ നോക്കാം. ഒന്ന് വരുന്നത് മൗസ് ഓവറാണ്. അതായത് മൗസ് ഓവർ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ എഴുതാം. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. അതുപോലെ തന്നെ മൗസ് ഓവർ എന്ന് പറയുന്ന മൗസ് ഓവർ അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഴുതി. ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തതാണ്. ഓൺ മൗസ് ഓവർ. അതിനുശേഷം ഞാനിവിടെ ഓൺ മൗസ് ഓവർ എന്ന് പറയുന്ന ഈ ഒരു ഈവൻറ്റ് ഞാൻ വിളിച്ചു. ആ ഫംഗ്ഷൻ ഞാനിവിടെ മാറ്റി കൊടുത്തു. സോറി, ഇവിടെയാണ് ആ ഒരു ഇവൻറ്റ് വിളിക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ മുകളിലൂടെ ഈ കൊണ്ടുപോകുമ്പോൾ, അതായത് മൗസ് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ആ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ മൗസ് മൂവ്മെൻറ്റ് ഇതിൻ്റെ മുകളിലൂടെ ആയതുകൊണ്ട് ആ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇവൻറ്റുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിക്ക് ഇവൻ്റ് ആയാൽ നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനെ വിളിക്കാം, അതുപോലെ തന്നെ ആ ഫംഗ്ഷനകത്ത് നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാം എഴുതാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അപ്കമിങ് നമ്മൾ പ്രൊജക്റ്റിനകത്ത് നിരവധി ഈവൻസുകൾ വിളിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലിക്ക് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിക്ക് മാത്രം, എനിക്ക് തോന്നുന്നു ക്ലിക്ക് മാത്രമാണ് നമ്മൾ അവിടെ ഈവൻ്റായിട്ട് വരുന്നത് തോന്നുന്നു. ക്ലിക്ക് അതുപോലെ തന്നെ മേ ബി നമുക്ക് വേണമെങ്കിൽ അതായത് അഡ്വാൻസ് ആയിട്ട് നമുക്ക്, അതായത് ഓൺ ചേഞ്ച് കീ ഡൗൺ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വാലിഡേഷനൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇത്രയുമാണ് നമുക്ക് ഈവൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി റീവൈൻഡ് ചെയ്യാം. എന്താണ് ഒരു ഈവൻ്റ് എന്ന് നമ്മൾ പഠിച്ചു. ആ ഈവൻ്റ് എങ്ങനെയൊക്കെ നമുക്കത് വർക്ക് ചെയ്യാം, ഈവൻറ്റിൽ എന്താണ് നടക്കുന്നത്, അതായത് ഒരു ഈവൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ക്ലിക്കാണെങ്കിൽ ആ ഒരു ആക്ഷൻ അവിടെ നടക്കുമ്പോൾ നമ്മളൊരു ഫംഗ്ഷനെ വിളിച്ചിട്ടാണ്
നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഈവൻറ്റിൻ്റെ നെയിമിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് പഠിച്ചു. ഒരു ഈവൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിൽ ഫംഗ്ഷൻ എങ്ങനെയൊക്കെ എഴുതാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറിച്ച് പഠിച്ചു. സോ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് യൂസ് സ്റ്റേറ്റ് ആണ്. റിയാക്റ്റിൽ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതിനകത്തുള്ളത് ഇപ്പോൾ നമ്മൾ ചെയ്ത ഈവൻസിനെ കുറിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. വിത്ത് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പല പല ഡിഫറെൻറ്റ് സിനാരിയോയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അസൈൻമെൻ്റ് ആയിട്ട് നമുക്കൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സിനകത്ത് ഒരു പേര് കൊടുത്തു. ആ പേര് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അലേർട്ടായി വരുന്ന രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ആ ടൈപ്പ് ചെയ്യുമ്പോൾ മിനിമം 3 ലെറ്റർ മാത്രമേ അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രോഗ്രാം എഴുതാനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ChatGPTയുടെ സഹായം തേടിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു കോഡ് ജസ്റ്റ് എഴുതിയതിന് ശേഷം ഇത് കോപ്പി ചെയ്ത് ChatGPTയിലിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രോംപ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടും ഇൻപുട്ടും നമുക്ക് ChatGPT പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതായത് നമുക്ക് ഇപ്പോഴുള്ള അതായത് ഈ ഒരു 5G വേൾഡിൽ നമ്മൾ തീർച്ചയായിട്ടും ChatGPT യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. സോ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ChatGPTയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാം. താങ്ക് യു.